എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. രായൻകുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ലോക്ക്ഡൗൺ കാലമൊക്കെ ആയതുകൊണ്ട് 2 കേക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങ് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. മാംഗോ കേക്കും പിസ്ത കേക്കുമാണ് ഉണ്ടാക്കിയത്. രായൻകുട്ടന് ഇഷ്ടം മാംഗോ കേക്കാണ്. അതിനാൽ മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. രായൻകുട്ടൻ്റെ ആൻറ്റിയുടെ റെസിപ്പിയിലേക്ക് സ്വാഗതം. കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യം 4 മുട്ടയാണ്. 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാൻ ശ്രദ്ധിക്കണം. 1/4 കപ്പ് പഞ്ചസാര. ഞാനിവിടെ തരി കുറഞ്ഞ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് മിക്സിയിലിട്ട് പൊടിക്കാത്തത്. തരി കൂടിയതാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ബീറ്റ് ചെയ്യാം. മുട്ട ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി മുട്ട നല്ല സ്മൂത്തായി നല്ല വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്യുക. മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മാംഗോ എസൻസ്. നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബീറ്റുന്ന സ്പീഡ് വളരെ കുറച്ചിട്ട് ഓയിൽ ഒഴിക്കാം. 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീറ്റുന്ന സ്പീഡ് കുറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചെറു ചൂടുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. വളരെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി സ്പാച്ചുല വെച്ച് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് കേക്ക് ടീൻ വെച്ചു കൊടുക്കുക. ഇനി കൺവെൻഷൻ മോഡില് 180 ഡിഗ്രിയില് 40 മിനിറ്റ് വെച്ചു കൊടുക്കുക. കേക്കിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നമുക്കൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ നീക്കം ചെയ്യാം. കേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. കേക്ക് വെറ്റ് ചെയ്യാനായിട്ടുള്ള 3/4 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു കഷ്ണം പട്ട ഇടുക. ഒന്ന് തിളപ്പിച്ചെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാം. കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ക്രീം വിപ്പ് ചെയ്യാനുള്ള ആവശ്യമായ പാത്രം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1.5 കപ്പ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ആദ്യം പതിയെ ഒന്ന് ബീറ്റ് ചെയ്യുക. രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറും 2 ഡ്രോപ്പ് മാംഗോ എസൻസും ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ക്രീം തൂത്തിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗമാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് അല്പം മാംഗോ ക്രഷ് ചേർക്കുകയാണേ. കുറച്ച് മതി. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയ ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇനി അല്പം മാംഗോ ക്രഷ് ഒഴിക്കാം. ഇനി അടുത്ത ലെയർ വയ്ക്കാം. ഇതും ആദ്യം ചെയ്ത പോലെ തന്നെ വെറ്റാക്കി എടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇനി ക്രീം ഇടുക.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഷുഗർ സിറപ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫൈനലി ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഇനി സൈഡിലും ക്രീം അപ്ലൈ ചെയ്യാം. നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുവാണ്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. നെക്സ്റ്റ് കോട്ട് ചെയ്യാണ്. ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ചോക്ലേറ്റ് ഗനാഷിന് ആവശ്യമായ സാധനം വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമുമാണ്. അത് 1:1 പ്രപ്പോർഷനിൽ എടുക്കാം. ഞങ്ങളിവിടെ 80 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇടാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഇടുന്നത്. ഇതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. 1 തുള്ളി മാംഗോ എസൻസും ചേർത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ചെറു ചൂടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. ഒരുപാട് ചൂടാറിപ്പോയി കഴിഞ്ഞാൽ ഇത്ര സ്മൂത്തായിട്ട് ഗനാഷ് ഒഴുകില്ല. അതുകൊണ്ടാണ് ചെറു ചൂടിനെ ഒഴിക്കുന്നത്. Hey there. Subscribe to my channel and also press this bell icon. ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം.